ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നല്ല ബ്ലാക്ക് ആൻഡ് വൈറ്റിലൊരു അടിപൊളി ഡിസൈനാണ് ചെയ്തെടുക്കുന്നത്. അപ്പം നല്ല പുള്ളികളുള്ള അടിപൊളി ഡിസൈൻ. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഇതാണ് ഇതിൻ്റെ മെറ്റീരിയൽ. ഇനി നമ്മൾ വെച്ച് കൊടുക്കാൻ പോകുന്ന പാച്ച് ബ്ലാക്ക് കളറാണ്. പിന്നെ ഒരു ലേസും കൂടി ഉപയോഗിക്കുന്നുണ്ട്. ഇനി നമുക്കൊരു ക്യാൻവാസ് രണ്ടായിട്ട് ഇങ്ങനെ ഒന്ന് മടക്കിയെടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 15 ഇഞ്ച് നീളം വരുന്ന രീതിയിൽ ഞാൻ അളന്ന് കാണിച്ചു തരാം. ഇത് കുറച്ച് ഇങ്ങോട്ടായി പോയിന്. അപ്പം 15-15.5 നീളമാണ് എടുക്കുന്നത്. വീതി ഒരു 6 ഇഞ്ചോളം എടുക്കുന്നുണ്ട്. അങ്ങനെ രണ്ടായിട്ട് മടക്കിയിട്ടിട്ടുണ്ട് നമ്മുടെ ക്യാൻവാസ്. അപ്പോൾ ഇത് വെച്ചപ്പം കുറച്ച് ക്യാമറേൻ്റെ കുറച്ച് ഇങ്ങോട്ടായിപ്പോയി, അതുകൊണ്ടാണ് കേട്ടോ കാണാത്തത്. ഇങ്ങനെ നോക്കിയാൽ മതി ഏകദേശം. അപ്പോൾ നമ്മൾ നെക്കിൻ്റെ ആ ഒരു പാച്ച് വരുന്ന 14 ഇഞ്ച്, അപ്പോൾ അതിനെക്കാട്ടി കുറച്ച് എക്സ്ട്രാ എടുത്താൽ മതി. അപ്പോൾ നമുക്ക് നോക്കാം അളവുകൾ എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മൾ നെക്ക് വിടുത്ത് ഒരു 3.5 ഇഞ്ച് അടയാളപ്പെടുത്തുന്നുണ്ട്. ഞാൻ കുറച്ച് വണ്ണുള്ള ആളാണ്, അപ്പോൾ എൻ്റെ പാകത്തിന് ഞാൻ ഇതാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് പിന്നെ 3.5 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതിനുശേഷം ഒരളവും കൂടി നമ്മൾ 5.5 ഇഞ്ചിലും കൂടി അടയാളപ്പെടുത്തുന്നുണ്ട്. അതും കൊണ്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ തന്നെ താഴേക്ക് ഇവിടെ ഒരു 5.5 ഇഞ്ച് അടയാളപ്പെടുത്തിയെടുത്തതിന് ശേഷം ആ 2 വരകളും കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് മാർക്ക് ചെയ്തെടുക്കണം. 5.5 ഇഞ്ചിന് അടയാളപ്പെടുത്ത 2 വരകൾ കൂടി നമ്മൾ മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇത്രയാണ് നമ്മുടെ പാച്ചിൻ്റെ വീതി. അത് നെക്കിന് വെക്കുന്ന യോക്ക് പാർട്ടിൻ്റെ വീതി ഇത്രയാണ്. അതിന് ശേഷം നമ്മൾ നെക്കിൻ്റെ ലെങ്ത്ത്, ഫ്രണ്ട് നെക്കിൻ്റെ ലെങ്ത്ത് 6 ഇഞ്ചും കൂടി മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് രണ്ടും കൂടി ചേർത്ത് ഒരു ബോക്സ് ആക്കി വരച്ചെടുത്തിട്ട് അതിനുള്ളിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നെക്ക് ഡിസൈൻ ഏതാണെന്ന് വെച്ചാൽ കൊടുക്കുക. ഞാൻ റൗണ്ട് നെക്കാണ് കൊടുത്തിട്ടുള്ളത്. അവിടെ ഒരു 1.5 ഇഞ്ച് ഇങ്ങനെ കോർണറിന് അളന്നെടുത്തിട്ട് റൗണ്ട് നെക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി അതിനുശേഷം നമുക്ക് ഈ ഭാഗം ഒന്ന് എക്സ്ട്രാ വരുന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളയാം. ഇത് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇത്രയും ഇതിൻ്റെ കട്ടിങ് വരുന്നത് സിമ്പിളായിട്ടൊരു ഡിസൈനാണ്. കാണാൻ നല്ല ഭംഗിയാണ്. ആർക്കും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു ഡിസൈനാണ്. ഒരുപാട് കട്ടിങ്ങും അളവുകളും ഒന്നും ഓർത്ത് വെക്കേണ്ട കാര്യമില്ല. സിമ്പിളായിട്ടുള്ള ഡിസൈൻ. അപ്പോൾ ഇത് നമുക്ക് ഇനി നമ്മൾ ഉപയോഗിക്കുന്ന ആ യോക്ക് പാർട്ട് വെക്കുന്ന ആ തുണിയിൽ നമുക്കിതൊന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് 1/2 ഇഞ്ച് എക്സ്ട്രാ വെച്ചിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാ 1/2 ഇഞ്ച് എക്സ്ട്രാ വെച്ച് കട്ട് ചെയ്തിട്ട് ഇനി ഇത് നമുക്കൊന്ന് മടക്കി തയ്ച്ചു കൊടുക്കണം. 1/2 ഇഞ്ച് ക്യാൻവാസിലേക്ക് ഇങ്ങനെ ഒന്ന് മടക്കി ചേർത്തിട്ട് തയ്ച്ചു കൊടുക്കണം. അപ്പോൾ ഞാനിത് ആദ്യം ഒരു ലേസ് വെച്ച് കൊടുക്കാമെന്ന് വെച്ചിട്ടാണ് ഞാൻ 1/2 ഇഞ്ച് എക്സ്ട്രാ എടുത്തത്. അപ്പോൾ പിന്നെ വെച്ച് എല്ലാം ലേസ് വേണ്ട, എൻ്റെ ഉള്ളിലും ലേസിൻ്റെ വർക്ക് വരുന്നത്. അതുകൊണ്ട് പിന്നെ ഒരു തുണി കൊണ്ട് പൈപ്പിംഗ് കൊടുക്കുന്നത് വെച്ചാൽ, അപ്പോൾ പൈപ്പിംഗാണ് കൊടുക്കുന്നതെങ്കിൽ ഈ 1/2 ഇഞ്ച് എക്സ്ട്രാ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് കറക്റ്റായിട്ട് ക്യാൻവാസിൻ്റെ പോലെ കട്ട് ചെയ്തിട്ട് ഒരു 1/4 ഇഞ്ച് വെച്ച് കൊടുത്തതിന് ശേഷം മടക്കിയിട്ട് പതിച്ച് തയ്ച്ചു കൊടുത്താൽ പൈപ്പിംഗ് കിട്ടും. അപ്പോൾ ലേസാണ് വേണ്ടതെന്നുള്ളതുകൊണ്ട് മാത്രം ഞാൻ എക്സ്ട്രാ എടുത്തത്. നേരെ തന്നെ ആദ്യം തന്നെ നിങ്ങൾ ഇത് ക്ലോത്താണ് വെക്കാൻ തീരുമാനിക്കുന്നത് 1/2 ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതാ ഞാനിങ്ങനെ ഒരു ചെറിയ പീസ്, ക്രോസ് പീസ്, അതായത് വൈറ്റ് ക്രോസ് കട്ടായിട്ടുള്ളൊരു പീസ് ഇങ്ങനെ പൈപ്പിംഗ് പോലെ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത് സൈഡിലൂടെ 1/4 ഇഞ്ച് വണ്ണത്തിലൊന്ന് തയ്ച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അത് അപ്പുറത്തെ വശത്തേക്ക് ആക്കിയതിന് ശേഷം ഈ വെള്ളയിൽ പതിയാണ്ട് നമുക്ക് കറുത്ത നൂലുകൊണ്ട് ഈ കറുപ്പിൽ വരുന്ന രീതിയിൽ മാത്രം നമുക്ക് ചെറിയതായിട്ടൊരു പൈപ്പിംഗ് കൂടി ഒന്ന് വെച്ച് കൊടുക്കണം. ഇതിന് ശേഷം നമ്മൾ ഈ ഒരു ലേസാണ് ഉപയോഗിക്കുന്നത്, ഒരു ഫ്ലവർ പോലത്തെ ലേസാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഫ്ലവേഴ്സ് നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്, ഒരു 5 എണ്ണം കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഒരു കുഞ്ഞു ഡിസൈൻ കൊടുക്കുന്നത്. ഈസിയാണ് കേട്ടോ, ആർക്ക് തുടക്കക്കാർക്ക് പോലും ചെയ്തെടുക്കുക. ഞാൻ പറഞ്ഞത് സാധാരണ ഓരോ വീഡിയോസ് ഭയങ്കര കോംപ്ലക്സ് ആയിട്ട് ഡിസൈൻ ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് ഈസിയാണ്. അപ്പോൾ ഇതെങ്ങനെ ഈ ഫ്ലവർ ഇതിലേക്ക് വെക്കണമെന്ന് പല രീതിയിൽ നോക്കി, ഒരു 6 എണ്ണം കട്ട് ചെയ്തെടുത്ത് പിന്നെയും വെച്ച് നോക്കി. അപ്പോൾ ഫൈനലായിട്ട് ഇങ്ങനെ വെച്ച് നോക്കിയപ്പോൾ ഭംഗി ഉണ്ടാവും തോന്നിയുകൊണ്ട് ഇത് നമ്മൾ ഉറപ്പിച്ച് ഇങ്ങനെയാണ് നമ്മൾ ഇതിൽ ഈ ഫ്ലവർ വെച്ച് കൊടുക്കാൻ പോകുന്നത്. ഇനി നമുക്ക് താഴേക്ക് ഒരു കുറച്ച് വരകൾ ഇട്ട് കൊടുക്കണം. ഇനി ഫ്ലവറിൻ്റെ സ്ഥലം മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അവിടെ നിന്ന് താഴേക്ക് നമുക്ക് ഒരു 5 വരകൾ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് വരച്ചു കൊടുക്കണം. അപ്പോൾ അത് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വരകളിൽ നമുക്ക് മെഷീൻ വെച്ചിട്ടൊരു ചെറിയ പരിപാടി ചെയ്യാനുണ്ട്. അതായത് നമ്മൾ സാധാരണ നൂല് വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഇവിടെ നിന്ന് സ്റ്റിച്ച് തുടങ്ങി ഇവിടെ എത്തുമ്പോൾ ഈ ഫ്ലവർ ഇവിടെ വെച്ച് കൊടുത്തിട്ട് ഫ്ലവറിൻ്റെ മുകളിലൂടെ ആ സ്റ്റിച്ച് ഇവിടെ വരെ എത്തിച്ചതിന് ശേഷം തിരിച്ച് ഇവിടെ കെട്ടിട്ട് തയ്ച്ചു കൊടുത്തിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വൈറ്റ്, നമ്മൾ നൂല് വൈറ്റാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ തന്നെ ഇത് വീഡിയോ ഒന്ന് കണ്ടുനോക്കി ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ആദ്യം തന്നെ ഈ പോയിന്റിൽ നിന്ന് നമ്മളൊന്ന് തുടങ്ങുക. ഇങ്ങനെ തുടങ്ങുക, ആ വരയിലൂടെ തന്നെ നേരെ തുടങ്ങുക. അപ്പോൾ ഇങ്ങനെ കൊടുക്കുമ്പോൾ കുറച്ചും കൂടി കട്ടി വേണമെന്ന് തോന്നി, അതുകൊണ്ട് 2 പ്രാവശ്യം നമുക്കിത് ചെയ്ത് നോക്കാം. ഞാൻ ആദ്യം ഒരു പ്രാവശ്യം ചെയ്ത് ഫ്ലവർ വെച്ചിട്ട് തിരിച്ച് തയ്ക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ നമുക്കത് ആദ്യം ഒരു പ്രാവശ്യം ഇങ്ങനെ ഈ ഫ്ലവർ വെക്കാണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ സ്റ്റിച്ച് കൊടുക്കാം. അപ്പോൾ ആ ഫ്ലവറിൻ്റെ തണ്ട് പോലെ വരുന്ന ഭാഗത്തിന് കുറച്ചും കൂടി കട്ടി കിട്ടും. ഇനി 3ാമത്തെ സ്റ്റിച്ച് തീരുന്നിടത്താൽ നമുക്ക് ഇങ്ങനെ 2 വട്ടം ഒരു പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി തിരിച്ചെടുത്തിട്ട് അതേ വരയിലൂടെ തന്നെ ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കുക. എന്നിട്ട് ഈ സ്റ്റിച്ച് തീരാനാവുമ്പോൾ അതിൻ്റെ തൊട്ട് മുമ്പായിട്ട് ആ ഫ്ലവർ അവിടെ കൃത്യമായിട്ട് വെച്ച് കൊടുക്കുക. അതിനുശേഷം ഫ്ലവറിൻ്റെ മുകളിലൂടെ ഫ്ലവറിൻ്റെ അറ്റം വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്ത് തിരിച്ചെടുത്തിട്ട് അറ്റം വരെ സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മൾ സൂചി കുത്തി നിർത്തി അതിനുശേഷം ഈ ഒരു പീസ് ഒന്ന് തിരിച്ച് വെച്ചതിന് ശേഷം താഴോട്ടേക്ക് ഒരു പ്രാവശ്യം കൂടി അതേ സ്റ്റിച്ചിലൂടെ തന്നെ വന്ന് താഴെ കെട്ടിട്ട് നമ്മളൊന്ന് യോജിപ്പിച്ച് കൊടുക്കണം. അപ്പോൾ ഒരു ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ 5 എണ്ണം ചെയ്തെടുക്കുന്നുണ്ട്.
ഇത് 5 റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഡിസൈൻ. സിമ്പിളാണ്. അപ്പം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആ പുള്ളിയില്ല തുണിയിൽ ഇത് ഭയങ്കര രസമായിരിക്കും ചെയ്ത് കഴിഞ്ഞാൽ. ഇനി നമുക്കിത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കിത് മെയിൻ മെറ്റീരിയലിലേക്ക് ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാമെന്ന് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമ്മളെ മെറ്റീരിയലിൻ്റെ ചീത്ത വശത്ത് ഇങ്ങനെ വെച്ച് കൊടുക്കുക. അതായത് ചീത്ത വശത്ത് നമ്മുടെ ഈ യോക്കിൻ്റെ നല്ല വശം വരുന്ന രീതിയിൽ വെച്ച് കൊടുത്ത് ഇതിലൂടെ സ്റ്റിച്ച് ചെയ്ത് എക്സ്ട്രാ വരുന്ന ഭാഗം കട്ട് ചെയ്തതിന് ശേഷം അവിടെ കുഞ്ഞു കുഞ്ഞു കട്ട്സ് ഇട്ട് കൊടുത്ത് ഇത് മറിച്ചിട്ടിട്ട് അപ്പുറത്തെ വശത്തേക്ക് പതിച്ച് വെച്ച് തയ്ച്ചു കൊടുക്കാൻ നമ്മൾ വേണ്ടത്. അപ്പോൾ നമ്മൾ ഡിസൈൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇത്രയും സിമ്പിൾ ഡിസൈനാണ്. എല്ലാവർക്കും ഒന്ന് ചെയ്ത് നോക്കി. ഇത് ഏത് കളർ കോമ്പിനേഷനിൽ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ആ നെക്കിൻ്റെ ഭാഗം ശരിക്കും കാണുന്നില്ല. അപ്പോൾ ഞാൻ അവിടെ ഒരു വൈറ്റ് പേപ്പർ വെച്ചിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ആ എക്സ്ട്രാ ബ്ലാക്കാണ് ഇത് നൈറ്റിയുടെ താഴെ വശം അടക്കി വെച്ചതാണ് കേട്ടോ. ഇങ്ങനെയാണ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുള്ള ഡിസൈൻ വരുന്നത്. അപ്പോൾ ഈ ഒരു യോക്കിന് വെച്ചിട്ടുണ്ട് ഒരു സിൽക്ക് ടൈപ്പ് ആയതുകൊണ്ടാണ് വെള്ള കളർ അടിക്കുന്നത് ലൈറ്റ് അടിക്കുമ്പോൾ. നിങ്ങൾ കോട്ടൺ തന്നെ വെച്ചാൽ മതി. അപ്പോൾ സെയിം കളർ വരും. എനിക്ക് ബ്ലാക്ക് കോട്ടൺ കിട്ടാത്തതുകൊണ്ട് ഞാനത് വെച്ചത്. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. ഇതുപോലെ അടിപൊളി ഡിസൈനിങ് വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.